സമസ്ത മുസ്ലിം ലീഗ് തർക്കം തുടരുമ്പോൾ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹസദസ്സ് ഇന്ന് നടക്കും. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണമുണ്ടെങ്കിലും അദ്ദേഹം പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിന് മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കാത്തത് വിവാദമായിരുന്നു. ഇവരുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. കൂടുതലും ഗൂഗിൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, സമസ്ത ലീഗ് തർക്കം ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. സമസ്തയ്ക്കുള്ളിൽ തന്നെ ഈ ലീഗ് നിലപാടുമായി ബന്ധപ്പെട്ട്, ലീഗ് പിന്തുണയുമായി ബന്ധപ്പെട്ട് തർക്കം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹ സദസ്സ് ഇന്ന് ചേരുന്നത്. ഈ സ്നേഹ സദസ്സിൽ ആരൊക്കെ പങ്കെടുക്കും, ഈ സ്നേഹ സദസ്സ് എത്രത്തോളം ഈ ഇരുവിഭാഗങ്ങളുടെയും സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആധാരമാകും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു, അല്ലേ? സുരേഷ്, ഈ സ്നേഹ സൗഹാർദ്ദ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ സമസ്തയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് ഇന്നലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വിളിച്ചു ചേർത്ത് വിശദീകരിച്ചത്. ആ സമയത്ത് തന്നെ സമസ്തയിലുള്ള ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ച സമയത്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് തന്നെയാണ് ഈ പരിപാടിയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. സമസ്തയും ലീഗും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാവുകയും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വരികയും ചെയ്തതാണ്. അതായത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ LDF പരസ്യം വരുന്നു. ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. LDFന് വോട്ട് ചെയ്യണം, LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പരസ്യം വരുന്നു. സമസ്ത മുഖപത്രം ലീഗ് അനുകൂലികൾ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്നു. സമസ്ത നേതാക്കളായിട്ടുള്ള ആളുകൾ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. പത്രക്കത്തിച്ചുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നു. ആ വിവാദങ്ങൾ ഈ കഴിഞ്ഞ 17-ാം തീയതി ഈ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ ഈ പരിപാടി ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ എത്തിച്ചു എന്നുള്ളതാണ്. അതായത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും ഡേറ്റുകൾ നേരിട്ട് കണ്ട് ഉറപ്പിച്ചതിന് ശേഷം സുപ്രഭാതം എഡിഷന്റെ ഉദ്ഘാടനം നിശ്ചയിക്കുക. അവിടേക്ക് ഹൈദരലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്ന രീതിയിലുള്ള പ്രചാരണ ബോർഡുകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുക. എന്നാൽ അങ്ങോട്ടേക്ക് ഇരുവരും വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്താണ് ഇപ്പോൾ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു സാമുദായിക സൗഹാർദ്ദ സദസ്സ് വിളിച്ചു ചേർക്കുന്നത്. ഈ പരിപാടിയിൽ ഈ സമസ്തയുടെ നേതാക്കന്മാർക്ക് ക്ഷണമുണ്ടെങ്കിലും പങ്കെടുക്കണോ വേണ്ടിയോ എന്ന കാര്യത്തിൽ സമസ്തയ്ക്കുള്ളിൽ രണ്ടഭിപ്രായമുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ K മുരളീധരനൊക്കെ ഈ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിന് ഗൾഫിലെത്തുകയും UAE-ലെത്തുകയും പരിപാടിക്കായി എത്തിയ സാഹചര്യത്തിൽ അവിടെ നിന്ന് മുരളീധരൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ തിരിച്ചു വരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ VD സതീശനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ പരിപാടിയിൽ ക്ഷണമുണ്ടായിരുന്നു. ഇവരാരും തന്നെ പങ്കെടുത്തില്ല. ആകെ ഈ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിലേക്ക് പോയത് K മുരളീധരനാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി K മുരളീധരൻ അവിടെ എത്തിയതിനു ശേഷവും പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു സമ്മർദ്ദം തനിക്കുണ്ട് എന്ന് മുരളീധരൻ സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകളെ നേരിട്ട് വിളിച്ച് കണ്ട് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതായത് സമസ്തയുമായി ബന്ധപ്പെട്ട മുഴുവൻ പരിപാടികളിലും ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുമ്പോൾ ഈ ലീഗ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് സമസ്തയിലെ നേതാക്കന്മാർ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നതയ്ക്ക് ഒരു പരിഹാരമായി അല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് അനുമാനിക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഈ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കടക്കം ക്ഷണമുണ്ട്. പക്ഷെ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു അറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടില്ല, അല്ലേ? ജിഫ്രി മുത്തുക്കോയ തങ്ങളോ സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകളോ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിശദീകരണവും നൽകിയിട്ടില്ല. പങ്കെടുക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി ഇന്നലെ വിശദീകരിച്ചതിനപ്പുറത്തേക്ക് സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ തങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്ന തരത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ സമസ്തയ്ക്കുള്ളിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം വലിയൊരു അഭിമാനമായ രീതിയിലായിരുന്നു സുപ്രഭാതം ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനമൊക്കെ ഈ സുപ്രഭാതം ഗൾഫിൽ സംഘടിപ്പിച്ചത്.
സംഘടിപ്പിച്ചത്. അതിലേക്ക് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഇതര രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ അതിനെ ആഘോഷമാക്കാനുള്ള നടപടിയിലേക്ക് കടക്കുമ്പോഴാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ വിട്ടുനിൽക്കുന്നത്. അതിലാകെ പോയിട്ടുണ്ടായിരുന്ന LDFന്റെ പ്രതിനിധിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസ് ആ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ, മുഹമ്മദ് റിയാസെ ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനെ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ ബഹാവുദ്ദീൻ നഖ്വി അടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ റിയാസിനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനെതിരെ ബഹാവുദ്ദീൻ നഖ്വി രംഗത്ത് വരികയും അതിനെതിരെ ബഹാവുദ്ദീൻ നഖ്വിയോട് സുപ്രഭാതത്തിന്റെ മാനേജ്മെന്റ് വിശദീകരണം ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ കലുഷിതമായ സുപ്രഭാതത്തിനും ലീഗിനും സമസ്തയ്ക്കും ഇടയിൽ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ കൂടിയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ എത്ര ദിവസമുള്ളൂ? ഒരു 8-9 ദിവസം മാത്രമേ ഉള്ളൂ. ഈ മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ ഈ സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളതും രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം പൊന്നാനിയിലൊക്കെ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അദ്ദേഹത്തിന് സമസ്തയുടെ പിന്തുണയുണ്ട് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ, ആരോപണങ്ങൾ ഒക്കെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗിന്റെ വോട്ടിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ലീഗിന് സംശയമില്ല. LDFനോ UDFനോ മറ്റാർക്ക് സംശയമില്ല. ഏതായാലും ഗൂഗിൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്നേഹ സദസ്സ് ഈ ഒരു അനൈക്യം, അസ്വാരസ്യം ഇല്ലാതെയാകാൻ കാരണമാകും, അത്തരത്തിലുള്ളൊരു വേദിയായി മാറുമോ, അല്ലെങ്കിൽ തമ്മിൽ തല്ലി രൂക്ഷമാകാനുള്ള ഒരു ഇടമായി മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഗൂഗിളാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.